ഇന്നൊരു ദോശക്കഥയാണ് കേട്ടോ. ഇന്ന് രാവിലെ അമ്മ ഇവിടെ ഇല്ലാത്ത കാരണം ഞാനാണ് എനിക്കുള്ള ദോശ ഇടുന്നത്. അല്ലെങ്കിൽ എനിക്കുള്ള ദോശ ഞാൻ തന്നെയാണ് ചുടുന്നത്. അത് ആ ക്രിസ്പിയോടെ കഴിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ അതാ തവിയൊക്കെ വെച്ച് നമ്മൾ മാവ് ഒഴിച്ചിട്ടുണ്ട്. നല്ല നൈസായിട്ടൊരു കിടിലൻ ദോശ തന്നെ ഞാനിതാ പരത്തി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ട്വിസ്റ്റ് വരുന്നത്. ഇതൊരു ക്രിസ്പി ആക്കാനായിട്ട് ഞാൻ കുറച്ചൊന്ന് ബ്രൗൺ ആക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അതാ കുറച്ച് ഗീ കൂടെ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു ദോശയിൽ ഗീ അപ്ലൈ ചെയ്യുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതാ കുറച്ച് ക്രിസ്പി ആക്കി ഏകദേശം ഒന്ന് കരിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുക്കാൻ നേരം എന്താ ഈ ചട്ടിയിൽ നിന്ന് അങ്ങോട്ട് വരുന്നില്ല, എന്താണാവോ. എന്തായാലും തവിയൊക്കെ മാറ്റി എടുത്തപ്പോഴേക്ക് എനിക്ക് 2 ദോശ കിട്ടി. ഒന്ന് നീളത്തിലുള്ള ദോശയും ഒന്ന് വട്ടത്തിലുള്ള ഈ ഒരു ദോശയും. എന്നാൽ യുദ്ധഭൂമിയിൽ ഈ ബടൻ തോറ്റു കൊടുക്കാനായിട്ട് ഒട്ടും തയ്യാറല്ലായിരുന്നു. ഞാൻ രണ്ടാമതും ട്രൈ ചെയ്തു. പക്ഷെ അത് സാഹസികമായി ഞാനിത് ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. സാധാരണ എൻ്റെ ദോശയൊന്നും ഇങ്ങനെയല്ല. ഇത് ഞാൻ ചുടുന്ന ദോശയല്ല. ഇന്ന് എന്തോ ക്യാമറ കണ്ടിട്ടാന്ന് തോന്നുന്നു ചട്ടിക്ക് ആകെ ഒരു നാണം വന്നിട്ടുണ്ട്. അങ്ങനെ നീണ്ട ദോശയും വട്ടത്തിലുള്ള ദോശയൊക്കെ കൂടി എന്താ ചട്നിയും മീൻ പൊരിച്ചൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ട്. പക്ഷെ വെന്തിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് കേട്ടോ. അങ്ങനെ അതാ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് പുട്ടി അടിച്ച് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.